ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സി കെ വത്സലകുമാർ സാറാണ്. MLAക്ക് ചില സാങ്കേതികമായ ചെറിയൊരു അടുത്തൊരു ആക്സിഡൻറ്റ് നടന്നതുകൊണ്ട് വരുന്നതിനുള്ള താമസമുണ്ട്. അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സി കെ വത്സലകുമാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിയമസഭാ സ്പീക്കർ വിജയകുമാർ സാറിനെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതത്തിലേക്ക് കിടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിരീടം സിനിമയ്ക്ക് 36ാം വാർഷികമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അന്ന് തൊട്ട് കാണാത്ത ആരുമില്ല. കാരണം 150 ദിവസത്തോളം സിനിമ തിയേറ്ററുകളിൽ പോകുന്നത് മാത്രമല്ല, ആ സിനിമയുടെ പേരും പെരുമയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും സിനിമയെ മറക്കാത്തവരായിട്ടും ആരുമില്ല. അപ്പോൾ ആ കിരീടം സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അതിൻ്റെ നിർമ്മാതാക്കളായ കിരീടം ഉണ്ണിച്ചേട്ടനും ദിനേശ് പണിക്കരേട്ടനും കലാധരൻ സാറും അവിടുത്തെ തന്നെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ആളായ മഞ്ജു വെള്ളായണി സാറും എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലേക്ക് കടക്കുന്നില്ല. ഈ യോഗം അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സി കെ വത്സലകുമാർ സാറാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കാഞ്ഞിരംകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കീരിക്കാടൻ ജോസിന് പകരം തുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായി സി കെ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളെ ഉദ്ഘാടകനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ മുൻ സ്പീക്കറുമായ വിജയകുമാർ സാറാണ്. പക്ഷേ ഒരു രാഷ്ട്രീയത്തിനുപരിയായിട്ട് ജനകീയനായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഈ പരിപാടിയിൽ 36ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. 36 വർഷം തികയുന്ന ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികവാണ്. കിരീടം സിനിമ 150 വർഷം പിന്നുന്ന ആ സിനിമയ്ക്ക് 36 വർഷം തികയുന്ന ഈ സമയത്ത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആ നിർമ്മാതാക്കളായ കിരീട ഉണ്ണിച്ചേട്ടനും ദിനേശ് പണിക്കരേട്ടനും കലാധരനും വന്നു എന്നുള്ളത് ഏറെ സന്തോഷമാണെന്ന് കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും, ഇതിനുവേണ്ടി നമ്മളെന്നും കാണുന്ന ജനകീയനായ ഒരു മുൻ സ്പീക്കർ കൂടിയായ വിജയകുമാർ സാറും ഒപ്പം നമ്മുടെ മഞ്ജു വെള്ളായണി സാറിനെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് വത്സലകുമാർ സാറിന്. ബഹുമാനായ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സന്നിഹിതനായിട്ടുള്ള ആദരണീയനായ മുൻ സ്പീക്കറും നിയമസഭാ സ്പീക്കറും മന്ത്രിയുമൊക്കെയായിരുന്ന ആദരണീയനായ വിജയകുമാർ സാറ്, സ്വാഗതം ആശംസിച്ച ഈ സംരംഭത്തിൻ്റെ മുഖ്യ സംഘാടകൻ കൂടിയായ ശാന്തിവിള പത്മകുമാർ, കിരീടം സിനിമയുടെ നിർമ്മാതാക്കളും അണിയറ ശില്പികളുമായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമാൻ കിരീടം ഉണ്ണിയാവുകൾ, ശ്രീമാൻ പി ദിനേശ് പണിക്കർ, കൊല്ലം തുളസി, ശ്രീ കലാധരൻ, ഡോക്ടർ MA കരീം സാഹിത്യകാരൻ, കവിയും എഴുത്തുകാരനുമായ മഞ്ജു വെള്ളയാണി, ശ്രീ PM ബിനുകുമാർ, ചാനൽ അവതാരകൻ വിജയനാഥ്, ശാന്തിവിള വിനോദ്, സാംസ്കാരിക പ്രവർത്തകൻ ലക്ഷ്മൺ ആചാര്യ, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ആനത്താനം രാധാകൃഷ്ണൻ, ജാലകം സെക്രട്ടറി കരുമൻ രവീന്ദ്രൻ, കരുമം വിഷ്ണുനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരി S മുജീബ് റഹ്മാൻ, പൊതുപ്രവർത്തകൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകരെ, കിരീടം സിനിമയുടെ 36ാം വാർഷികവും കിരീടം പാലവും വെള്ളയാണി കായലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലും, കീരിക്കാടൻ ജോസിൻ്റെ, അതായത് മോഹൻരാജ് എന്ന മഹാനായ നടൻ്റെ ഓർമ്മ പുതുക്കലുമാണ് ഇവിടെ നടക്കുന്നത്. സ്വാഗതപ്രാസംഗൻ
ഇവിടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുകയുണ്ടായി. കിരീടം ജോസിൻ്റെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കാഞ്ഞിരംകുളം പ്രദേശത്തിൻ്റെ കാഞ്ഞിരംകുളം ജില്ലാ ഡിവിഷൻ്റെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിലൊക്കെ വളരെയധികം ദിവസം അദ്ദേഹവുമായിട്ട് ചിലവഴിക്കുവാൻ സാധിച്ചു എന്നുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ തികട്ടി വരികയാണ്. മലയാള ചലച്ചിത്ര രംഗത്ത് സുദീർഘമായ സേവനമനുഷ്ഠിച്ച് 600ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ സാധിച്ച മഹാനായ നടനായിരുന്നു ശ്രീ മോഹൻരാജ്. അദ്ദേഹം കാഞ്ഞിരംകുളത്ത്, നെയ്യാറ്റിൻകര താലൂക്കിലെ കാഞ്ഞിരംകുളത്താണ് അദ്ദേഹം ജനിച്ചത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ആർ സുകുമാരൻ നാടാർ എന്നായിരുന്നു. അദ്ദേഹം DSP, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ DSP റാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് പങ്കജാക്ഷി എന്ന്. അവരുടെ 5 ആൺമക്കളിൽ 3ാമത്തെ ആളായിരുന്നു ശ്രീ മോഹൻരാജ്. കാഞ്ഞിരംകുളം PKHS വിദ്യാഭ്യാസം, അതിനെ തുടർന്ന് ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ നിന്നും ഡിഗ്രി എടുത്തതിന് ശേഷം അദ്ദേഹം സബ് ഇൻസ്പെക്ടർ ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കുകയും തുടർന്ന് രാജ്യസേവനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് കരാട്ട, അതുപോലെ തന്നെ ബോക്സിംഗ് തുടങ്ങിയ ആയോജന കഥകൾ പഠിക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ വില്ലൻ പാർട്ടിലേക്ക് ആ കാര്യങ്ങളൊക്കെ സഹായിച്ചിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും പട്ടാള സേവനത്തിന് ശേഷം, പട്ടാള സേവനത്തിലിരിക്കെ തന്നെ അദ്ദേഹം കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയും അതേ കാലയളവിൽ തന്നെ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ഈ കിരീടം സിനിമ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിലെ വില്ലൻ പാർട്ട് കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അഭിനയിച്ചത് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനുമതിയില്ലാതെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തു. നീണ്ട നിയമയുദ്ധത്തിന് ശേഷം 20 വർഷക്കാലം കഴിഞ്ഞ് 2010 അദ്ദേഹം സർവീസിൽ വീണ്ടും ജോയിൻ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 20 വർഷത്തെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ള ദുഃഖ സത്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഡിപ്രഷനായിട്ട് മാറി. 2015 അദ്ദേഹം കമ്പൾസറി റിട്ടയർമെൻറ്റ് വാങ്ങി സർവീസും. പിന്നെ അദ്ദേഹത്തിന് ഒരു മറവി രോഗം, അല്ലേ, മറവി രോഗം പറയും, പാർക്കിൻസൺ, അതെ, ആ രോഗത്താൽ അദ്ദേഹം ഡിപ്രഷൻ പോലെ അദ്ദേഹം മാനസികമായി തളർന്നു. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ ഇപ്പോഴും ചെന്നൈയിലാണ്. അവർ സർവീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത്. മൂത്ത മകള് അവരുടെ പിതാവിൻ്റെ അടക്കത്തിനും അവരുടെ കുട്ടിക്ക് വരാൻ പറ്റില്ല, കാനഡയിൽ വർക്ക് ചെയ്യുകയാണ്. ഇളയ മകൾ ഇപ്പോൾ ബാംഗ്ലൂരിലെ എൻജിനീയറിങ്ങിന് അവസാന വർഷം പഠിക്കുകയാണ്. ഇതാണ് അവരുടെ കുടുംബ പശ്ചാത്തലം. ഞാൻ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. ഈ രംഗത്ത് വിദഗ്ധന്മാരായ പല വ്യക്തികൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കവടിയാർ ദാസ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുമ്പോൾ, ആദ്യത്തെ സിനിമ, മലയാള സിനിമ, അതിൻ്റെ വിഗതകുമാരൻ എന്ന ചലച്ചിത്രത്തിൻ്റെ പുനരാവിഷ്കരണം നടത്തിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത നിർമ്മാതാവ് JC ഡാനിയൽ സാറിൻ്റെ സ്മാരകമായിട്ട് ഇപ്പോൾ നൽകുന്ന പുരസ്കാരം
ചലച്ചിത്ര രംഗത്ത്. ആ പുരസ്കാരം പുനഃസ്ഥാപിച്ച് കിട്ടുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരു മാന്യ വ്യക്തി കൂടെയാണ്. ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും പല കാര്യങ്ങളും പറയാനുണ്ട്. സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയും കൂടെ അതിനെ ക്ഷണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. ഈ 2024 ജൂലൈ മാസം 7-ാം തീയതിയാണ് അദ്ദേഹം നമ്മെ വിട്ടു. പിന്നെ അന്ന് പത്രങ്ങളിൽ വന്ന ഒരു കാര്യം മാത്രം, ഈ കിരീടം സിനിമയുടെ സംവിധായകനായിരുന്ന സിബി മലയിൽ സ്ക്രീനിൽ ആരെയും പേടിപ്പിക്കുന്ന കൊടും വില്ലനായിരുന്നെങ്കിലും ജീവിതത്തിൽ തികഞ്ഞ സാധുവായിരുന്നു മോഹൻരാജ്. കിരിക്കടൻ ജോസ് എന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും മോഹൻരാജ് എന്ന സ്വന്തം പേര് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാൽ അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു, കഥാപാത്രത്തിൻ്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. കഥാപാത്രത്തിൻ്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയസിദ്ധിയുടെ മഹാ അനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. ശ്രീമാൻ മോഹൻലാൽ അദ്ദേഹം തുടർന്നു, സേതുവിൻ്റെ എതിരാളികളായ സേതു അദ്ദേഹമായിരുന്നു കഥാപാത്രം എന്നാണ് എൻ്റെ ഓർമ്മ. സേതുവിൻ്റെ എതിരാളിയായി തലയെടുപ്പോടുകൂടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന മോഹൻരാജ് ൻ്റെ ഗാംഭീര്യം ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു. വ്യക്തി ജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തു സൂക്ഷിച്ച പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ വിട. ഇതായിരുന്നു ശ്രീ കിരീടൻ ജോസ് എന്ന പ്രിയപ്പെട്ട മോഹൻരാജിൻ്റെ വേർപാടിൽ പ്രിയ മലയാളത്തിന് അഭിമാനമായ മോഹൻലാൽ ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ ഓർമ്മ ദിനം ഇത്രയും ഭംഗിയായിട്ട് സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ശാന്തിവിള പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രഗത്ഭ വ്യക്തികളെയും അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട നടൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ മുൻ നിയമസഭാ സ്പീക്കറും മിനിസ്റ്ററുമൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ട എം വിജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനമലങ്കരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ അഡ്വക്കേറ്റ് CK വത്സലകുമാർ, ഈ ചടങ്ങിലേക്ക് നമ്മയെല്ലാം സ്വാഗതം ചെയ്ത ഇതിൻ്റെ സംഘാടകൻ കൂടിയായ ശ്രീ ശാന്തിവിള പത്മകുമാർ, വിശിഷ്ടാതിഥികളായിട്ട് ഈ വേദിയിലുള്ള ശ്രീ കിരീടം നീ, ശ്രീ P. ദിനേശ് പണിക്കർ, ശ്രീ കലാധരൻ, ശ്രീ മഞ്ജു വെള്ളായണി, ശ്രീ ശാന്തിവിള വിനോദ്, ശ്രീ ലക്ഷ്മണാചാര്യ, ശ്രീ ആനത്താനം രാധാകൃഷ്ണൻ, ശ്രീ
ശ്രീ കരുമൻ രവീന്ദ്രൻ, ശ്രീ മുജീബ് റഹ്മാൻ. ഇവരെല്ലാം പോലെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രഗത്ഭരായിട്ടുള്ള അതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു പ്രത്യേകതയുള്ളൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഓർമ്മ പുതുക്കൽ എന്ന ഒരു വാക്കിൽ അതിനെ അടയാളപ്പെടുത്താം. ഓർമ്മ എന്ന് പറഞ്ഞാൽ പല ഓർമ്മകളാണ്. വത്സലകുമാർ തന്നെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഓർമ്മിച്ചത്. ഇനി എന്തെല്ലാം ഓർമ്മിക്കാനുണ്ട്. ഞാൻ അല്ല ഇവിടെ ശരിയായി ഇതിൽ നമ്മോട് സംവദിക്കേണ്ടത് ഈ വേദിയിലുള്ള ശ്രീ കിരീട ഉണ്ണിയും ശ്രീ ദിനേശ് പണിക്കരും ശ്രീ കലാധരനും ഉൾപ്പെടെ. അതിനേക്കാളും പ്രാഗൽഭ്യം അവിടെ കബഡി ഹരദാസിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സിനിമയിലും അതുപോലെ സാംസ്കാരിക രംഗത്തും വളരെ പ്രശസ്തി നേടിയിട്ടുള്ള മഹത് വ്യക്തികളാണ്. ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഒരു സിനിമയെന്ന് പൂർണ്ണമായും പറയാതെ ഒരു സിനിമ ലൊക്കേഷൻ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന ഒരു സവിശേഷതയാണ് ഞാൻ കാണുന്നത്. ചരിത്രത്തിൻ്റെ അതാണല്ലോ കിരീടം പാലം. ആ കിരീടമില്ലെങ്കിൽ ആ പാലമുണ്ടോ? ആ പാലം ആർക്കെങ്കിലും അറിയും? എന്തെല്ലാം പാലങ്ങൾ നമുക്കുണ്ട്, എത്രയെല്ലാം പാലങ്ങൾ. പക്ഷെ കിരീടം വന്നതോടുകൂടിയാണ് അതിന് ലോക പ്രശസ്തി ഉണ്ടായത്. കേരളത്തിലും പുറത്തുമൊക്കെ അറിയപ്പെടുന്ന ഇതിലേക്ക് അത് മാറി എന്നതാണ്. ഇപ്പോൾ ഇവിടെ മോഹൻരാജിനെ കുറിച്ച് അനുസ്മരണം നടത്തി. അദ്ദേഹം ഒക്കെ നമുക്കെപ്പോഴും ഓർമ്മിക്കേണ്ട വ്യക്തിയാണ്. ഇതിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും അദ്ദേഹം വഹിച്ച പങ്ക്, അതുപോലെ തന്നെ ഈ സിനിമയിൽ തന്നെ പ്രധാന വേഷം ചെയ്ത തിലകൻ സാറുണ്ട് അല്ലേ? അവരൊക്കെ നിറഞ്ഞാടിയ ഒരു സിനിമയാണ് കിരീടം. ഇന്നും എന്നും അല്ലേ? ഇന്നിപ്പോൾ കിരീടം കണ്ടാൽ, ഞാൻ 2 ദിവസം മുമ്പ് കണ്ടു കിരീടം എന്ന് പറയാം. ഇന്നത്തെ പോലെ എത്രയോ നാളുകൾക്ക് മുമ്പ്, 36 വർഷം, എത്രയോ നാളുകൾക്ക് മുമ്പുള്ള ആ സിനിമ ഇന്നത്തെ പോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമാണ്. ആ രൂപത്തിൽ സിനിമയ്ക്ക് തന്നെ ഒരു പുതിയ ചരിത്രം നൽകിയതാണ് കിരീടം സിനിമ. ഞാൻ ശ്രീ കിരീടമുണ്ണിയോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും. അദ്ദേഹത്തിന് അവരുടെ ഒരു ടീമുണ്ട്, കിരീടമുണ്ണിയും. അദ്ദേഹത്തിനും ഈ പേര് അതിൽ കൂടെ നേടാൻ സാധിച്ചു അല്ലേ? ഈ പേര് പറഞ്ഞാലേ അറിയുള്ളൂ. ഈ പേരിൽ കൂടെയാണ് കൂടുതൽ നേടിയത്. ദിനേശ് പണിക്കറും അവരെല്ലാവരും തന്നെ വഹിച്ച പങ്ക് ഓർമ്മിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലാണെങ്കിലും ഒരു ചടങ്ങ് സംഘടിപ്പിച്ച
ശ്രീ ശാന്തിപിള പത്മകുമാറിനെയും അതിൻ്റെ മറ്റ് സംഘാടകരെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും കേരളത്തിലും ഒരു ടൂറിസ്റ്റ് ആകർഷണമായിട്ട് അട്രാക്ഷനുള്ള ഒരു പാലമായിട്ട് പ്രദേശമായിട്ട് മാറി. വെള്ളായണി എന്ന് പറയുമ്പോൾ തന്നെ അതിപ്രശസ്തമാണ്, അത് നമ്മൾ കാണാതിരുന്നുകൂടാ. വെള്ളായണി, ആ വെള്ളായണിയിലാണ് ഈ പാലം. അതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ളായണിയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം ഓർമ്മകളാണ് നമുക്ക് നമ്മിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഈ രൂപത്തിലാക്കി മാറ്റാൻ സാധിച്ചു എന്നതാണ്. അതിനെ മുൻകൈ എടുത്തതിന് ഞാൻ വീണ്ടും അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവം തന്നെയാണ് ഇത്. സിനിമകൾ നിരവധിയുണ്ട്. ബോക്സ് ഓഫീസ് മാത്രമല്ല, ഇപ്പോൾ പുതിയ പുതിയ പേരുകളിലാണ് സിനിമകൾ. 100 കോടി, 1000 കോടി എന്നൊക്കെയുള്ള ഇതിലാണ് സിനിമകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് ഒട്ടും പിന്നോക്കം പോകാതെ ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതാണ് ഈ സിനിമ. അതിൻ്റെ ഒരു ലൊക്കേഷനാണ് പാലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ പലതും നമുക്ക് ഭാവിയിൽ ശ്രദ്ധിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് അതിനൊക്കെയുള്ള ഒരു 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 എന്താ പറയുക, ഒരു പ്രേരണയാണ് ഇത്. ഇന്നത്തെ ഈ പ്രത്യേക ചടങ്ങ് എന്ന കാര്യം ഓർത്തുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം അനുഭവങ്ങൾ വച്ചുകൊണ്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തികൾ, ഇതിൻ്റെ ശില്പികൾ ഈ വേദിയിലുള്ളത്. അവർക്ക് അതിനുള്ള അവസരം കൂടി നൽകിക്കൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉണ്ണിച്ചേട്ടനെ ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും കൊണ്ട് എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതും ഗുരുത്വവും നിമിത്തവുമാണ്. ഈ ഗുരുത്വവും നിമിത്തവുമാണ് എന്നെ ഇന്ന് ഈ കസേരയിൽ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. സിനിമ എന്ന മോഹം വല്ലാതെ തലയ്ക്ക് പിടിച്ച കാലത്ത് ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കൾ, അതായത് ഞാൻ, പ്രിയദർശൻ, സുരേഷ് കുമാർ, മോഹൻലാൽ, ഞങ്ങളെല്ലാവരും ഈ സിനിമയുടെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു ഭാഗ്യം പോലെ തിരനോട്ടം വന്ന് വീഴുന്നത്. അത് നിർമ്മിച്ച പാച്ചല്ലൂർ ശശി, അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹമാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നിർമ്മിച്ചത്. എനിക്കതിൽ സഹസംവിധായകനായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ലഭിച്ചു. അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ സിനിമാ ജീവിതം. അത് കഴിഞ്ഞ് മോഹൻലാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ വന്നു. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ലാലിന് ഓരോ ചിത്രങ്ങളും പടിവെച്ച് മോഹൻലാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ മോഹൻലാലിനെ കാണുമ്പോൾ ലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഒരു പടം പ്ലാൻ ചെയ്യും, നമുക്ക് പടം ചെയ്യാമെന്ന് പറയുന്നു. അന്ന് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കേണ്ട കാര്യമില്ല. മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഴുവൻ കാശും നമുക്ക് തരും, നമുക്കൊരു എമൗണ്ട് പറഞ്ഞെടുക്കാം. അങ്ങനെ ദിനേശ് അന്നൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പിളിയെ വെച്ച്. അപ്പം ദിനേശ്, ഞാനന്ന് ട്രാൻസ്റ്റാബ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പം ഇദ്ദേഹമാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നത്, കെൽട്രോണിൻ്റെ മാർക്കറ്റിംഗ്. അതായത് ഞങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് കെൽട്രോണിൻ്റെ ലേബിൾ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങളുടെ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിനൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അമ്പിളിയെ വെച്ചൊരു പടം പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും
ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഓഫറുണ്ട്, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഇതിലേക്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. അന്ന് ഞങ്ങൾ ഇതിൻ്റെ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് വേണു നാഗവള്ളിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, വേണു നാഗവള്ളി എൻ്റെ ബ്രദറിലെയാണ്, എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. അപ്പം അത് എനിക്ക് ആ സബ്ജക്റ്റ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു തൃപ്തി തോന്നിയില്ല. ഒരു പഴയകാല അതാണ് പിന്നെ 1000 പറ എന്നുള്ള സിനിമയായിട്ട് വന്നത്. അപ്പോൾ അത് ആയില്ല. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പൂച്ചക്കൊരു മൂക്കുത്തി എന്നുള്ളൊരു സിനിമയിൽ ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുകയും സിബി മലയിൽ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. പ്രിയൻ്റെ ആദ്യത്തെ പടമാണ്. ആ ചെയ്യുന്നതിൽ ഞാനും സിബിയും തമ്മിലൊരു മാനസികമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയും ഞാനിങ്ങനെ സിബിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, നമുക്കൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയും അങ്ങനെ ലോഹിദാസിനെ കാണുന്നു. ലോഹിദാസ് കൂടുതൽ കഥയൊന്നും പറയുന്നില്ല, അച്ഛനെ അടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മകൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നി അതിലൊരു എലിമെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഏതൊരു മകനും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരച്ഛനെ വഴിയിൽ വെച്ച് ഒരാളെ അടിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബലഹീനനായാലും നമ്മൾ ഇറങ്ങിപ്പോകും. അതിലൊരു എലിമെൻ്റ് ഉണ്ടല്ലോ, അങ്ങനെയാണ് അതിലേക്കുള്ള കഥയിലേക്ക് വരുന്നത്. അത് വന്നു, കഥയെല്ലാം റെഡിയായി. അപ്പോൾ അതിലൊരു വില്ലനെ വേണം. വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത പൂച്ചയെ കണ്ടാൽ അതിനെ കൊന്ന് രക്തം കുടിക്കുന്ന ഒരുത്തൻ. അങ്ങനെ അവനെ ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കിരിക്കാടൻ ജോസിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ക്രിപ്റ്റിൽ അയാളെക്കുറിച്ച് പറഞ്ഞു അതായത് ജഗദീഷിൻ്റെ ക്യാരക്ടർ, മണിയമ്പിള്ള രാജുവിൻ്റെ ക്യാരക്ടർ പറഞ്ഞ് ഇയാളെ ഒരു ഭീകര രൂപമാക്കി വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിഗർ വേണം. അതിന് ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തത് പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് നടനെയാണ്. അന്ന് അദ്ദേഹം തെലുങ്കിലൊക്കെ ഭയങ്കര ഇതായിട്ടുള്ളതാണ്. വില്ലനായിട്ട് ഒരുപാട് സിനിമകളിൽ വിജയം കൊയ്ത ഒരാളാണ്. പക്ഷേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് പ്രദീപ് ശക്തിക്ക് ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ വരാൻ പറ്റില്ല, ഇത് കഴിഞ്ഞ് ഇന്ന ദിവസം വരാം. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഇതിലെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, തിലകൻ ചേട്ടനില്ലാതെ ഈ സിനിമ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അച്യുതൻ നായർ എന്നുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ തിലകൻ ചേട്ടൻ തന്നെ വേണം. തിലകൻ ചേട്ടൻ അന്ന് തിരുവനന്തപുരത്ത് 2 സിനിമയുടെ വർക്കിൽ നിൽക്കുകയാണ്. ഒന്ന് വർണ്ണവും ഒന്ന് ചാണക്യനും. ഈ 2 വർക്കിൻ്റെ ഞങ്ങളുടെ ലൊക്കേഷൻ നോക്കിയിരുന്നത് പാലക്കാടാണ്. ആ പാലക്കാട് ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, തിലകൻ ചേട്ടൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തിന് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ തിലകൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം തിലകൻ ചേട്ടൻ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിട്ട് ഇവിടെ വർക്ക് ചെയ്തു. ഈ സമയത്ത് ഈ പ്രദീപ് ശക്തിയുടെ അഭാവം കാരണം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുതിയ ഒരാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അന്ന് ഈ കിരീടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് കലാധരൻ. കലാധരൻ പറഞ്ഞു, KM മധുവിൻ്റെ പടത്തിൽ അഭിനയിച്ച ഒരാളുണ്ട്, മോഹൻരാജ് എന്നാണ് പേര്, എൻഫോഴ്സ്മെൻറ്റിലാണ് ജോലി, പുള്ളി ഒന്ന് വരാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയെ വരാൻ പറഞ്ഞു. ഞാനും കലാധരനും കൂടെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ ഹോട്ടൽ അമ്മൂയിൽ ചെല്ലണു. അമ്മൂയിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു കഥവിൻ്റെ കാട്ടിലും കഥകളിൽ കുനിഞ്ഞു കയറാൻ പറ്റുന്ന ഇതിലുള്ള ഒരു ഹൈറ്റുള്ള ഒരു മനുഷ്യൻ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരമായ ഒരു മനുഷ്യൻ. അപ്പോഴന്നെ ഞങ്ങൾ പറഞ്ഞ പുള്ളിയെ കയറ്റിക്കൊണ്ട് ലോഹിദാസിനടുത്ത് തന്നു. ലോഹിദാസ് പറഞ്ഞു, ഇതാണ് നമ്മുടെ കീരിക്കാടൻ ജോസ്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ നിമിത്തവും ഗുരുത്വവും ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് പ്രദീപ് ശക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരുപക്ഷെ ആ സിനിമയിൽ അത്രയും മഹത്തായ ഒരു വില്ലനെ നമുക്ക് കിട്ടില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഈ ഗുരുത്വ നിമിത്തത്തിൻ്റെ ഒരു കാര്യത്തിൽ. ഈ കിരീടം എന്നുള്ള സിനിമ എന്താണെന്നുള്ള അതിൻ്റെ കഥ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് അച്ഛനും അമ്മയായിട്ട് സുഖവും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾ ഒരു ഗുണ്ടയായിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനൊരു സബ്ജക്റ്റിനൊരു ടൈറ്റിൽ വേണം. ആ ടൈറ്റിൽ പല ടൈറ്റിലുകളിലും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അതൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഒരെണ്ണത്തിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ആ സമയത്താണ് മമ്മൂട്ടിക്ക ഒരു മുക്തി എന്നുള്ള ഒരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അത് ലോഹിദാസ് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അതിന് കിരീടം എന്നാണ് പേരിട്ടത്. ഇപ്പോൾ കിരീടം എന്ന് പേരിട്ടപ്പോൾ മമ്മൂട്ടിക്ക പറഞ്ഞു, ഇതിന് കിരീടം ഒന്നും ഇടേണ്ടതൊന്നുമില്ല, ഇതെന്തോന്ന് കിരീടം, ഇത് രാജാപ്പാട്ടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കിരീടം വേണ്ടാന്ന് പറഞ്ഞു.
ഇത് ലോഹി എൻ്റെ അടുത്ത് പറയാൻ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ടൈറ്റിൽ, നമുക്ക് നല്ല ടൈറ്റിൽ ഇതാണ് എന്ന് വെച്ചാൽ അയാൾക്ക് മുൾക്കിരീടം കിട്ടുകയാണ്. എന്നാൽ അത് ഞാൻ ഈ ഗുരുത്വവും നിമിത്തവും പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിന് ഞങ്ങൾ ആദ്യം ഇട്ടുന്ന പേര് ഗുണ്ട എന്നാണ്. എന്നാൽ ഇന്ന് എന്നെ അറിയപ്പെടുന്നത് ഗുണ്ടാ ഉണ്ണിയെന്നും ഗുണ്ടാ പാലോ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് നിമിത്തം കൊണ്ട് ഇപ്പം കിരീടം എന്നുള്ളൊരു നല്ല പേര് തന്നെ കിട്ടി. അന്ന് ഇന്നത്തെ സിനിമ അന്നത്തെ സിനിമയും തമ്മിൽ അജഗതാന്തര വ്യത്യാസമുണ്ട്. അന്ന് ഞങ്ങൾ 27.5 ലക്ഷം രൂപയ്ക്ക് സവനാർട്സുമായിട്ട് എഗ്രിമെൻ്റ് എടുത്തു. ഔട്ട്റൈറ്റ് സെയിലാണ്. അതായത് ഞങ്ങളുടെ ഷൂട്ടിങ്ങിനും എല്ലാത്തിനുള്ള കാശ് 27 ലക്ഷം രൂപ തീർത്തോണം, എന്നിട്ട് അതിൽ ബാക്കി വരുന്നത് നമുക്ക് എടുക്കാം. അങ്ങനെ അവരിൽ നിന്നുള്ള 27 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് 23.25 ലക്ഷം രൂപയ്ക്കാണ് കിരീടം തീർത്തത്. ഇന്ന് ആ സിനിമ ചെയ്യണമെങ്കിൽ 23 കോടി കൊണ്ട് തീരില്ല. അതാണ് ഇന്നത്തെ സിനിമയുടെ അവസ്ഥ. മോഹൻരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെങ്കോലിയുടെ സമയത്ത് എനിക്ക് ഒരൊറ്റ ദിവസത്തെ വർക്കേ ഉള്ളൂ. അതായത് സ്വപ്നത്തിൽ വന്നിട്ട് പോകുന്ന. അപ്പം അന്ന് പുള്ളി തെലുങ്കിൽ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, സൂപ്പർ ഹിറ്റുള്ള പടങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വലിയ വലിയ താരങ്ങളുടെ കൂടെ പുള്ളിക്ക് വരാൻ മാർഗ്ഗമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മോഹൻരാജ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അന്നൊന്നും റെഗുലർ ഫ്ലൈറ്റ് ഇല്ല, എല്ലാം മദ്രാസ് വഴിയൊക്കെ വരണം. ഒരു 2 മണിക്കൂർ കൊണ്ട് തീർത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർക്കാം. അങ്ങനെ ഒരു പ്ലാനിലും അവരുടെ ഷൂട്ടിംഗ് മദ്രാസിലോട്ട് എന്തോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് മോഹൻരാജ് ഇതിന് അഭിനയിക്കാൻ വന്നത്. കാര്യം അയാളുടെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു പെരുമാറ്റം എങ്ങനെ പറയണമെന്ന് പറഞ്ഞോളൂ, അത്ര നല്ലൊരു മനുഷ്യനാണ്. ഈ സൈസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര ഒരു എന്താ പറയുക, നിഷ്കളങ്കനാണ്. അയാളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അയാൾ വിശ്വസിക്കും. അയാളെ കൊണ്ട് എന്ത് വേണേലും നമുക്ക് ചെയ്യിക്കാം. ഈ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ലാലിന് ശരിക്കും ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ലാൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഭ്രാന്തനാണ് ഇവൻ്റെ ചവിട്ടാനും ഫൈറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യത്തെ സിനിമയാണ്. ഈ ഫൈറ്റിങ്ങിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ഒരു പ്രത്യേക സ്ഥലം വരെ കാലിൻ്റെ ആക്ഷൻ പോകും, പുള്ളിക്ക് അറിയില്ല. അങ്ങനെ എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു കിരീടം ഉണ്ടായി. ആ കിരീടം എല്ലാവർക്കും ഗുണപ്പെട്ടു. ആ ക്യാരക്ടറിൽ മോഹൻരാജ് അറിയപ്പെട്ടു, കിരീട ഉണ്ണിയായിട്ട് ഞാൻ അറിയപ്പെട്ടു, കിരീടം പാലം വന്നു. ഈ സർവേശ്വരൻ അനുഗ്രഹിച്ച് അതിൻ്റെ പേരിൽ തന്നെ വേറെ കുറേ ചിത്രങ്ങൾ എടുക്കാൻ പറ്റി. അത് എന്തോ എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ എല്ലാം ഒരുവിധം ഭംഗിയായിട്ട് തന്നെ പോയി. ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ. ചെയ്യാനായിട്ട് ആധാരം എന്നുള്ള ഒരു പടം മുരളിയെ ഹീറോ ആക്കി ചെയ്യുന്നു. ജോർജ് കിത്തു പുതിയ സംവിധായകൻ. എല്ലാവരും പറഞ്ഞു ചെയ്യരുത്, ഇതൊക്കെ പ്രശ്നമാവും. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല, എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായി. അതുപോലെ സല്ലാപം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതുമൊക്കെ തരണം ചെയ്ത് ഇതുവരെയൊക്കെ വന്നു. അത് പ്രേക്ഷകരുടെ അനുഗ്രഹം നിമിത്തം വിടുത്തം. നന്ദി, നമസ്കാരം. നിർമ്മാതാവ് കൂടിയ ദിനേശ് പണിക്കരേട്ടന് പിന്നീടാണ്. പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, പക്ഷെ എന്നാൽ പോലും ചില അത്യാവശ്യ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഈ മഹത്കരമായ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീ ശാന്തിവിള പത്മകുമാറിനെ സംബന്ധിച്ചാണ്. എനിക്ക് തോന്നുന്നു ഞാനോ ഉണ്ണിയോ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഈ കിരീടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഞങ്ങൾക്കറിയാം, ജൂലൈ 7-ാം തീയതി അറിയാം. പക്ഷെ അതിനുവേണ്ടി ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇദ്ദേഹം തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വിളിക്കും. മിക്കവാറും എല്ലാം കിരീടം പാലത്തിൻ്റെ വാതിൽക്ക് തന്നെയായിരിക്കും. അവിടെ നിന്ന് കൂടുന്നു, അവിടെ 2 വാക്ക് സംസാരിക്കുന്നു, അവിടെ ചായയും വടയും കഴിച്ച് ഞങ്ങൾ പിരിയുന്നു. അതിനുള്ള ആ ഒരു മുൻകൈ എടുത്തിരുന്നത് ശാന്തിവിള പത്മകുമാറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായി കുറേ പേരുണ്ട്. അവർക്കാണ് ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് തരേണ്ടത്. കാരണം കിരീടത്തിൻ്റെ ഇത്രയും വർഷങ്ങൾ ഇത് മുന്നോട്ട് ആ ഓർമ്മ നിലനിർത്തി കൊണ്ടുപോയത് ഇവരൊക്കെ തന്നെയാണ്. എനിക്കും ഒരു അവകാശവാദവും അതിനകത്തില്ല. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഓഫ് കോഴ്സ് കിരീടത്തെ പറ്റിയുള്ള കഥ മുഴുവൻ തന്നെ എൻ്റെ പാർട്ട്ണറായ ഉണ്ണി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഉണ്ണി വിട്ടുപോയ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആദ്യം ഞങ്ങൾ കിരീടത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാനറിനൊരു പേരിടണം. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും
പലതും ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ അവസാനം ഉണ്ണിയുടെ തന്നെ വൈഫ് സരസജയാണ് ഒരു പേര് പറഞ്ഞത്. കൃപ എന്ന് പറയുന്നത് നല്ല ബാനറാണ്. കൃഷ്ണകുമാറിൻ്റെ കൃവും പണിക്കരുടെ പായും, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ് കൃപ എന്ന പേര് ജന്മമെടുത്തത്. അത് ഇന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാനറായിട്ട് തന്നെ നിൽക്കുന്നു. അതിലും വലിയ സന്തോഷം തന്നെയുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ സക്സസിൻ്റെ കാര്യവും അതിൻ്റെ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ണി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. അതിൽ ഏറ്റവും വലിയ അസറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഞങ്ങളുടെ കൂട്ടാളിയായ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ശ്രീ കലാധരനാണ്. നമുക്കെല്ലാവർക്കും നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം, കലാധരൻ തന്നെയാണ് ശരിക്കും നമ്മുടെ കീരിക്കാടൻ ജോസ് എന്ന വ്യക്തിയെ രംഗത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന് തന്നെ. കാരണം ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ഈ പറഞ്ഞ പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം അതിന് മുമ്പ് ഏറ്റവും ഫേമസ് ആയിരുന്നത് ചാമരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വെകിളി പിടിച്ചൊരു വില്ലനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാരക്ടറിനും ആ ഒരു ടൈപ്പ് ലുക്കാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ലാസ്റ്റ് മിനിറ്റ് എത്താൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റ് കലാധരൻ തന്നെയാണ് മുന്നോട്ട് വെച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്, കീരിക്കാടൻ ജോസ്. ഇന്ന് കിരീടത്തിൻ്റെ കഥ പറയുമ്പോൾ ഒരിക്കലും അതിൽ കീരിക്കാടൻ ജോസിൻ്റെ ഒരു പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല. കാരണം അത്രയ്ക്കും ആ ചിത്രം കൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും ഹൃദയം കീഴടക്കി, മനസ്സ് കീഴടക്കി. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് പേര് പോലും നമ്മൾ ആലോചനയിൽ വരുന്നത് കീരിക്കാടൻ ജോസാണ്. ഒരിക്കലും മോഹൻരാജ് എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്നതിന് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം കീരിക്കാടൻ ജോസായിട്ട് അന്നും ഇന്നും എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് കിരീടം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നീട് നിർമ്മിച്ച സിനിമകളിൽ അദ്ദേഹത്തിന് ഞാൻ വേഷം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെപ്പ് കിലുക്കണം ചങ്ങാതി എന്നൊരു സിനിമ എടുത്തപ്പോൾ അതിനകത്ത് വില്ലൻ വേഷം കൊടുത്തത് കീരിക്കാടൻ ജോസിന് തന്നെയാണ്. ഇനി അതിനകത്ത് നടന്നൊരു ചെറിയ രസകരമായ സംഭവം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. ആ ചിത്രത്തിൽ വില്ലനും അതിനകത്ത് ഒരു ഉപനായകനായിട്ടുള്ള ജഗദീഷ് എന്ന കഥാപാത്രവും തമ്മിലൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈറ്റ് സീൻ നടക്കുന്ന ആ ഒരു സമയത്ത് നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഫൈറ്റിൽ ഈ അജാന ബാഹുവാണ് ഇതൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ടൈമിങ് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഒരു ഫൈറ്റ് സീൻ വരുമ്പോൾ പലയിടത്തും അങ്ങേര് കുറച്ച് ഫെയിലിയർ ആയിരുന്നു ഇനീഷ്യൽ ഡേയ്സിൽ. പിന്നീട് ഓഫ്കോഴ്സ് അദ്ദേഹം എല്ലാം പഠിച്ചു, ഒരു വലിയ ഗംഭീര ഫൈറ്ററായിട്ടൊക്കെ മാറി. പക്ഷേ ഈ ചെപ്പുകിലങ്ക ചങ്ങാതി എടുക്കുന്ന സമയത്തും ഇതേ പ്രശ്നം വന്നു. അപ്പോൾ അന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ഇദ്ദേഹത്തിനെ ഒരു വടിയെടുത്ത് അടിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ വടി ഒറിജിനലായിട്ട് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കി, ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ടാണ് ജഗദീഷ് അടിക്കുന്നത്. അപ്പോൾ ജഗദീഷ് അടിക്കുമ്പോൾ ഇദ്ദേഹം കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബോഡി കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. കുറച്ചിത് കാണിച്ചാൽ മതി, കാരണം സ്ക്രീനിൽ വരുമ്പോൾ അത് അടികൊള്ളുന്നതായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇയാളുടെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടാകാം. ഇദ്ദേഹം എല്ലായിടത്തും പോയി കൈ കറക്റ്റായിട്ട് കൊടുത്തു, ബോഡിയിൽ കൊണ്ടു, അങ്ങനെ അടിയുടെ പൂരം ജഗദീഷ് കുറേ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന് തോന്നിയത് തന്നെ മനഃപൂർവ്വം ജഗദീഷ് അടിക്കുകയാണെന്നാണ്. നടന്ന സംഭവമാണ്. ആ സമയത്ത് ഇയാൾ ഒന്നും മിണ്ടിയില്ല, അങ്ങനെ മുഖമൊക്കെ ചുമന്നു വന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങളുടെ മുറിയിലെത്തി ഒന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ജഗദീഷിൻ്റെ മുറിയുടെ വാതിക്ക് ഭയങ്കര ബഹളം. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ജഗദീഷിനെ കുത്തിന് പിടിച്ച് പൊക്കി വെച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ. കലാധരനൊക്കെ ഉണ്ട്, കലാധരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഞങ്ങളെല്ലാം കൂടി പിടിച്ചാണ് സത്യം പറഞ്ഞ അന്ന് ആ മനുഷ്യനെ അവിടെ സമാധാനിപ്പിച്ചത്. കാരണം പെട്ടെന്ന് ദേഷ്യം വരികയായിരുന്നു ഈ മോഹൻരാജിന്. ശുദ്ധൻ എന്ന് വെച്ചാൽ എത്ര ശുദ്ധനായ മനുഷ്യനെ നമുക്ക് ലോകത്ത് കിട്ടില്ല. എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം കിരീടം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ചെന്നൈയിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കരുത്, നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കണം. പിന്നീട് കുറേ കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്നത്. ഒരു തീറ്റി പ്രിയനായിരുന്നു. മട്ടനാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്, മട്ടൻ വേണം ദിവസവും. അപ്പോൾ അങ്ങനെ എനിക്കാണെങ്കിൽ മട്ടൻ ദിവസവും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കായിരുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ശരി, ആ മനുഷ്യനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇനി കിരീടം പാലത്തിൻ്റെ ഒരു കഥ കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. കിരീടം പാലം നമുക്കെല്ലാവർക്കും അറിയാം. കിരീടം വന്നതിന് ശേഷമാണ് ആ പാലം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നത്. എല്ലാവരും അന്ന് കണ്ടിട്ടുണ്ട് ഈ പാലം. അതിനുശേഷം അനവധി സീരിയലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കിരീടം വന്നതിന് ശേഷം കിരീടം പാലം അതിന് ഒരു ഇമ്പോർട്ടൻസ് വന്നു. കാരണം ആ പാലത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ കാണുന്നവർക്കറിയാം, മുഹൂർത്തങ്ങളെല്ലാം തന്നെ വളരെ വിലപ്പെട്ട മുഹൂർത്തങ്ങളാണ് സിനിമയിലെ. ആദ്യം എടുത്ത് പറയുകയാണെങ്കിൽ അതിനകത്ത് റൊമാൻറ്റിക്കായിട്ട് ആംഗിളുണ്ട്. കാരണം അതിനകത്ത് പാർവതിയായിട്ട് മോഹൻ
ലാൽ സംസാരിച്ച് വരുന്ന ഒരു സീനുണ്ട്. അവിടെ റൊമാൻസ് ഉണ്ട്. പിന്നെ കുടുംബം, ഈവൻ സ്വന്തം അനിയൻ വരുന്നുണ്ട്. അനിയൻ വന്നിട്ട് യദുകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബതലത്തിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അവിടെയുണ്ട്. സുഹൃത്ത് ബന്ധമുണ്ട് അവിടെ. ശ്രീനാഥുമായിട്ടുള്ള ഒരു സംഭവം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സിനിമയിലെ മെയിൻ ഘടകമായിട്ട് ഈ സിനിമ കിരീടം പാലം മാറിയിരുന്നു. ആ കിരീടം പാലം ഇത്രയും വളർത്തിയെടുത്തതിൻ്റെ പിന്നിലും ഇദ്ദേഹം തന്നെയാണ് ഉള്ളത്. ഇദ്ദേഹം ഓഫ് കോഴ്സ് എല്ലാവരെയും വേണ്ടവരെ MLA MP എല്ലാവരെയും തന്നെ സ്വാധീനിച്ചാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൽ സാറും വളരെ MLA സാറും വളരെ അതിന് ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്, എനിക്കറിയാതെ. അപ്പം അങ്ങനെ ഒരു 3 ലക്ഷം രൂപ പാസ്സായി കിട്ടുകയും ആ 3 ലക്ഷം രൂപ കൊണ്ട് ജീർണിച്ച് കിടന്നിരുന്ന ആ കിരീടം പാലത്തിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇവരൊക്കെ തന്നെയാണ്. അവിടെയും ഒരവകാശവും എനിക്കോ ഉണ്ണിക്കോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് 1 വർഷം മുമ്പാണ് കിരീടം പാലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു പേരിലുള്ള ഞാൻ നിർമ്മിച്ച ഒരു സിനിമയുടെ പേരിലുള്ള ഒരു പാലം ടൂറിസ്റ്റ് സ്പോട്ടാകുന്നു എന്ന് കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ആർക്കിടെക്ട് ശങ്കർ എന്നെ വിളിക്കുന്നത്. ശങ്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേ ഫ്രീ ആണോ, രാവിലെ ഒരു സ്ഥലം വരെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് പോകണ്ടേ? അപ്പം എന്നോട് പറഞ്ഞു കിരീടം പാലം വരെ ഒന്ന് പോകണം. പാലം പോകുന്ന സമയത്ത് എനിക്കൊരു കഥ കൂടി നിങ്ങളുടേത് കേൾക്കണം. അങ്ങനെ ശങ്കരൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ശങ്കരനെ വന്നു വീട്ടിൽ വിടുന്ന് വിളിച്ചു. കാരണത്തിൽ ട്രാവൽ ചെയ്ത് വെള്ളായണി എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എൻ്റെ കിരീടത്തിന് ഫുൾ കഥ കേട്ടു. ഈ കിരീടം പാലത്തിന് ഈ സിനിമയായിട്ടുള്ള എന്താണ് കണക്ഷൻ, അതും മൊത്തത്തിൽ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. അവിടെ ചെന്നതിന് ശേഷം കുറേ രൂപകൽപ്പന അദ്ദേഹം ചെയ്ത ഒരു സംഭവമാണ് ഇന്ന് അവിടെ കുറേ പണി നടക്കുന്നുണ്ട്. വലിയ താമസിയാതെ തന്നെ 5-6 മാസത്തിനുള്ളിൽ കിരീടം പാലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറാൻ പോകുന്നു. അതിൽ നമുക്ക് എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അഭിമാനിക്കാം. കാരണം ഇങ്ങനെ ഒരു സിനിമയുടെ പേരിൽ ഒരു സ്പോട്ട് ഇത്രയും ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വേറെ ഒന്നും വന്ന് ലോകത്ത് തന്നെ കാണൂല. എന്തായാലും അങ്ങനെ കിരീടം എന്ന സിനിമയുടെ ഒരു നിർമ്മാതാവായി 36ാമത്തെ വർഷം ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ കിട്ടിയ കമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് പോലും നെഗറ്റീവായിട്ട് ആരും പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം കിരീടത്തിനെ പറ്റി എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഇന്നിവിടെ. ഞങ്ങളെല്ലാം ഇവിടെ വിളിച്ച് ഒരു വലിയ ആദരവാണ് ശരിക്കും പറഞ്ഞ് ഞങ്ങൾക്ക് തരുന്ന ശ്രീ പത്മകുമാറിന് വീണ്ടും വീണ്ടും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ ഇന്ന് വേദി അലങ്കരിക്കാൻ വന്നിരിക്കുന്ന മഹത് വ്യക്തികളെല്ലാം അവരെ സമയം മാറ്റിവെച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. മഞ്ജു വെള്ളാനി സാറൊക്കെ ഞങ്ങൾ മിക്കവാറും എല്ലാ ഫംഗ്ഷനോട് ചെല്ലുമ്പോൾ എല്ലാ ഫംഗ്ഷനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാറിന് അറിയാം, വിൻസെൻ്റ് സാറിനും അറിയാം. അപ്പോൾ എനിക്കൊന്ന് വിജയകുമാർ സാർ ആദ്യമായിട്ടാണ് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നെങ്കിലും വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സ്ഥല MLA കൂടിയായ വിൻസെൻ്റ് സാറാണ്. പക്ഷേ ഈ കീരിക്കാടൻ സിനിമയിലെന്ന് പറയുന്ന മാതിരി കീരിക്കാടൻ ജോസും അല്ലെങ്കിൽ സേതുമാധവനായിട്ട് മോഹൻലാലെ പോലെ ഞങ്ങളൊരു ചെറിയ അഭിനയമാണ്. ഞങ്ങൾ ഈ ബസ് കിരീടം പാലം വരെ വരണമെന്നുള്ളതിൻ്റെ ഒരു അപേക്ഷ ബഹുമാനപ്പെട്ട MLA കൊടുക്കുകയാണ്. കുമാർ സാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു സിനിമയുടെ 36ാമത് വാർഷികം ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ കിരീടത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരെ 1/4 നൂറ്റാണ്ട് ആഘോഷിക്കുന്ന സിനിമകളുണ്ട്, 50 വർഷം ആഘോഷിക്കുന്ന സിനിമകളുണ്ട്. പക്ഷെ എല്ലാ വർഷവും കൃത്യമായി ഒരു സിനിമയുടെ വാർഷികം ആഘോഷിക്കുന്നത് കിരീടം സിനിമയ്ക്ക് മാത്രം സ്വന്തമാണ്. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ ശാന്തിവിള പത്മകുമാർ, അദ്ദേഹം ആണ് ഇത് കൃത്യമായി. എത്ര പ്രാവശ്യം പത്മകുമാർ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന്, എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ സിനിമ? 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്തായിരുന്നാലും ആ സിനിമ ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്ത് വളരെ ആവേശത്തോടു കൂടി കണ്ടിരുന്ന ഒരു സിനിമയാണ്.
ഈ കിരീടം എന്ന സിനിമ. അതിൽ നമുക്ക് മനസ്സിൽ ഒരുപാട് വിങ്ങലുണ്ടാക്കുന്ന ഒരുപാട് സീനുകൾ. മോഹൻലാലിന് സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്നത് മോഹൻലാൽ തന്നെ പറയുന്ന രംഗം, ഇഷ്ടപ്പെട്ട മുറപ്പെണ്ണ് നഷ്ടപ്പെട്ടു പോകുന്ന ആ രംഗങ്ങളെല്ലാം നമുക്ക് വളരെ ഹൃദയസ്പർശിയായി നിൽക്കുക. തിലകൻ ചേട്ടൻ്റെ ഏറ്റവും മനോഹരമായ ഒരു റോൾ കൂടിയിട്ടാണ്. അദ്ദേഹം വളരെ ഭംഗിയായി ആ റോൾ അവതരിപ്പിച്ചു. ഒരു നിയമത്തിൽ മുറുകെ പിടിക്കുന്ന ആദർശശാലിയായിട്ടുള്ള ഒരു പോലീസുകാരൻ, അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിക്കുന്ന ഒരു കുടുംബനാഥനുമായിട്ടെല്ലാം അദ്ദേഹം അതിൽ അഭിനയിക്കുക. ആകെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇത് ചെങ്കോലിലേക്ക് മാറിയപ്പോൾ തിലകൻ ചേട്ടൻ്റെ റോള് നേരെ മാറുക. മകളായി അഭിനയിക്കുന്ന ഉഷ, അവരുമായി നാടക അഭിനയവും മറ്റൊക്കെ പോകുമ്പോൾ അതൊരിക്കലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റമല്ല തിലകനിൽ അത് കൊടുത്തത്. രണ്ടാമത്തെ രംഗം ചെങ്കോലിൽ ഒരിക്കലും തിലകനെ ഒരിക്കലും അങ്ങനെ ആക്കി മാറ്റാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ആ സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് അന്ന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തോന്നുന്നുണ്ടോ അങ്ങനെ? ഒരിക്കലും മക്കളെ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. ഒരിക്കലും അയാൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. വരുമാനമില്ല, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ആ രീതിയിൽ അത് മാറ്റി എടുത്തത് ഒട്ടും ശരിയായ ഒരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ചേഞ്ചിൻ്റെ ആവശ്യവും ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായില്ല, അതിനകത്ത് ആവശ്യമില്ലേ. എന്തായിരുന്നാലും ഈ സിനിമയിലെ മോഹൻലാലിനെ കുറിച്ച് പറയുന്നതിനെ പോലെ തന്നെയാണ് നമ്മൾ മോഹൻ രാജിനെ കുറിച്ച് പറയുന്നത്. കിരിക്കാടൻ ജോസ് മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങളിൽ ഏറ്റവും തിളങ്ങിയ ഒരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അതല്ലേ, മൂന്നാമത്തെ. പക്ഷെ ഈ സിനിമയാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. ഇപ്പോൾ തുടരും സിനിമയിലെ വില്ലൻ ശ്രദ്ധേയനായതുപോലെ ഒരുപക്ഷെ അതിനേക്കാളുമേറെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ശ്രീ മോഹൻ രാജ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ്. ഇപ്പോൾ എൻ്റെയും CK-യുടെയും ഞങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന കാഞ്ഞിരംകുളത്തുകാരനായിരുന്നു. ഞങ്ങളെല്ലാം അദ്ദേഹം അറിയപ്പെട്ടതിന് ശേഷം കാഞ്ഞിരംകുളത്ത് നിന്ന് അദ്ദേഹം മാറി മദ്രാസിലായാണ് സ്ഥിരതാമസമായി. മരണസമയത്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അത് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും അദ്ദേഹത്തെയും അനുസ്മരിക്കുന്നു. ഇവിടെ കിരീടം പാലത്തിലേക്കുള്ള ബസ് സർവീസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കിരീടം പാലത്തിലേക്ക് പോകാനുള്ള റോഡ് അതിപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു. അത് ഞാൻ MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കൊടുത്ത റോഡ് കഴിഞ്ഞു. പക്ഷെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായത്, നമ്മൾ പൂർണ്ണമായും ആ റോഡിന് എസ്റ്റിമേറ്റ് എടുക്കാൻ നിർദ്ദേശം കൊടുത്തു. അവർ പൂർണ്ണമായും എസ്റ്റിമേറ്റ് എടുത്തു, 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തു. പക്ഷെ അത് ചെയ്യാൻ വന്നപ്പോൾ നാട്ടുകാർ വേറൊരു സജഷൻ പറഞ്ഞു, ഇൻ്റർലോക്ക് ചെയ്യണം, അവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ച് ഇൻ്റർലോക്ക് ചെയ്യണം. അപ്പോൾ അതായിരുന്നു ശരിയും. യഥാർത്ഥത്തിൽ എൻജിനീയറിംഗ് വിഭാഗത്തിന് പറ്റിയ ഒരു വീഴ്ചയായിരുന്നു അത്. പലപ്പോഴും എൻജിനീയറിംഗ് വിഭാഗത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പോൾ ഒന്നും പറയാതിരിക്കുകയാണ് നിവർത്തിയില്ല. എൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചൊരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തു. എസ്റ്റിമേറ്റ് എടുത്ത് നിർമ്മിക്കാൻ കോൺട്രാക്ടർ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൽ കമ്പി 2700 രൂപയ്ക്കുള്ള കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് വീണ്ടും പിന്നെ റിവൈസ് ചെയ്ത് കുറയ്ക്കുക. അതേപോലെ ഈ ചേഞ്ച്, നാട്ടുകാർ പറഞ്ഞ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിവൈസ് ചെയ്തപ്പോൾ 30 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ എത്തിയ സ്ഥലം വരെ മാത്രമേ എത്താൻ സാധിക്കൂ. ബാക്കി ഉടനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെ താമസിയാതെ ബാക്കി കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ആ സാധിക്കുന്നതോടുകൂടി തന്നെ ബസ് സർവീസും എനിക്ക് തോന്നുന്നു ഇപ്പോൾ
സിനിമ രംഗത്തുള്ള ഒരാളാണ്, ട്രാൻസ്പോർട്ട് മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം കിരീടം പാലത്തിലേക്ക് ഒരു ബസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം അനുവദിക്കുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അവിടെ അത്യാവശ്യം വേണ്ടത് നമുക്ക് റോഡ് നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തു. മാത്രമല്ല അവിടെ രാത്രി നല്ല ഇരുട്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഹൈമാസ് ലൈറ്റ് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് രാത്രി കാലങ്ങളിൽ ഇരുട്ടൊന്ന് അകറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അവിടെ വരാൻ തുടങ്ങി. സിനിമ ലൊക്കേഷനുകളൊക്കെ ചില ലൊക്കേഷനുകൾ ടൂറിസം സ്പോട്ടുകളാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കിരീടം പാലവും അതിൻ്റെ കിരീടം പാലം സ്ഥിതി ചെയ്യുന്ന ആ സ്പോട്ട് ഒരു ടൂറിസം സ്പോട്ടായി പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏറെ താമസിയാതെ തന്നെ നല്ല നിലയിലേക്കുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് മാത്രമല്ല, അത് എല്ലാവർക്കും ആ സിനിമ കണ്ട തലമുറകൾക്കെല്ലാം ഒരു നല്ല ഒരു അനുഭവമായിരിക്കും അവിടെ എത്തിച്ചേരുന്നത്. എന്തായിരുന്നാലും ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ എനിക്ക് നിങ്ങളോട് 2 നിർമ്മാതാക്കളോടും പറയാനുള്ളത്, മോഹൻലാലിനെ ഒരു ദിവസം അവിടെ കൊണ്ടുവരണം. ആ സ്പോട്ടിൽ മോഹൻലാലിനെ കൊണ്ടുവന്ന് കിരീടത്തിൻ്റെ ഒരു ആഘോഷം നമുക്ക് അവിടെ നടത്തണം. അവിടെ തന്നെ വെച്ച് ഇപ്പൊ ഉള്ളവരെയൊക്കെ വെച്ച് ശ്രീനാഥും പോയി അല്ലേ, എല്ലാവരും പോയി. അപ്പൊ മോഹൻലാലിനെ കൊണ്ടുവരുമ്പോ അപ്പൊ നമുക്കൊരു അടുത്ത വർഷമോ മറ്റോ ഒരു ആഘോഷം അവിടെ വെച്ച് നമുക്ക് നടത്താം. അത് ഇതെല്ലാം ഭംഗിയാക്കിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ അതിനുകൂടി നിങ്ങൾ മുൻകൈ എടുക്കണം. ഒരിക്കൽ കൂടി ശാന്തിവിള പത്മകുമാറിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഇതിലിരിക്കുന്ന എല്ലാ പേരും ഒരു 10 പ്രാവശ്യമെങ്കിലും അദ്ദേഹം വിളിച്ചിട്ടുണ്ടാവും. വിജയകുമാർ സാറിനെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശ്രീ പത്മകുമാറിൻ്റെ ഒരു പ്രവർത്തനം തീർച്ചയായും അഭിനന്ദനീയമാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുകയാണ്. എഴുത്തുകാരനുമായ മഞ്ജു വെള്ളായണി സാറിന് ശ്രീ M. വിജയകുമാർ, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ M. വിൻസെൻ്റ് MLA, കിരീടത്തിൻ്റെ പ്രൊഡ്യൂസർമാരായ ശ്രീ കിരീട ഉണ്ണി, ശ്രീ ദിനേശ് പണിക്കർ, ശ്രീ CK വത്സലകുമാർ, പ്രിയപ്പെട്ടവരെ, കിരീടം സിനിമ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കണ്ട പോലെ തന്നെ അതിനേക്കാൾ വിചിത്രമായ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്കിന്ന് പലതുമൊക്കെ കിരീടം അതുപോലെ തന്നെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട പലതുമൊക്കെ വായിച്ച് പോയിട്ടുള്ള ഒരു പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ എൻ്റെ അറിവിനെ കൂടുതൽ വികസ്വരമാക്കിയത് ആ സിനിമയുടെ പേര് തന്നെ എങ്ങനെ വന്നു എന്ന് ശ്രീ കിരീട ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോകിതദാസൻ്റെ സൃഷ്ടിയായിരിക്കും ഇത്രയും വലിയ നല്ല ഒരു മനുഷ്യ ജീവിതഗന്ധിയായ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ആളിൻ്റെ ടൈറ്റിലായിരിക്കും എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് എങ്ങനെ വന്നു എന്നുള്ളത് വളരെ സുന്ദരമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീ ദിനേശ് പണിക്കർ, അദ്ദേഹവും അതിൻ്റെ പിന്നിലെ സിനിമയ്ക്ക് പിന്നിലെ വളരെ രസകരമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ബാക്കി അതുപോലെ തന്നെ ആ കിരീടം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മുൻ സ്പീക്കറും അതുപോലെ MLAയും പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ കിരീടം എന്ന് പറയുന്നത് പണ്ടൊക്കെ രാജാക്കന്മാരുടെ ഒരേ ഒരു കിരീടമാണ്. പക്ഷേ ഈ കിരീടം എന്ന് പറയുന്ന സിനിമ ഒരുപാട് പേരുടെ തലയിൽ കിരീടം വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ ഉണ്ണിയുടെ പേരിൻ്റെ മുമ്പിൽ തന്നെ ആ കിരീടം വന്നു. പിന്നെ കിരീടം വരേണ്ടത് ശ്രീ ദിനേശ് പണിക്കർ, അദ്ദേഹത്തിൻ്റെ ഇതിലാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു നടനെന്നുള്ള രീതിയിൽ അല്ലാതെ തന്നെ ജനങ്ങളുടെ കിരീടം നേടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ കിരീടം അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം വരാത്തത്. പിന്നെ മറ്റൊന്ന്, കിരീടം പാലം, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പാലത്തിൻ്റെ ആ പേര് വന്നു. അപ്പോൾ ആ വെള്ളായണിക്കാരനായ എനിക്കും
നമ്മുടെ നാടും ഇന്നിപ്പോൾ എൻ്റെ വീട് കിരീടം പാലത്തിൽ നിന്ന് ഒരു 50 മീറ്റർ അടുത്താണ്. അപ്പോൾ അവിടെ വന്ന് പലരും വന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനും ഒക്കെ നടക്കാൻ പോകുന്നത് ആ പാലത്തിൽ കൂടെയാണ്. അപ്പം നിത്യപരിചയം കൊണ്ട് എനിക്കതൊരു അസാധാരണമെന്ന് തോന്നണമെന്നില്ല. സിനിമ കാണുമ്പോൾ നമുക്കതൊരു വളരെ മനോഹരമായൊരു സ്ഥലമായിട്ട് തോന്നുമെങ്കിലും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് അത്ര തോന്നണമെന്നില്ല. പക്ഷെ പലരും വന്ന് പുതുതലമുറയിൽ പലരും വന്ന് കിരീടം പാലം എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ അതിശയമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, വെള്ളായണിയാണെന്ന് പറഞ്ഞാൽ അത് കിരീടം പാലത്തിന് അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ ആ കിരീടം പാലം എത്രമാത്രം പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. യൂട്യൂബിൽ നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും പലരുമൊക്കെ കല്യാണത്തിന് മുമ്പ് വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പം കിരീടം പാലത്തിൻ്റെ അവിടെ നിന്നാണ്. ആ പാലം അത്രമാത്രം വലിയൊരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഈ കിരീടം പാലത്തിൻ്റെ ഈ കിരീടം എന്നുള്ള സിനിമ പ്രൊഡ്യൂസറൊന്നും അല്ലെങ്കിലും MLA-യും മുൻ സ്പീക്കറും ഒക്കെ പറഞ്ഞതുപോലെ അത് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന ഒരാളിൻ്റെ തലയിലാണ് ആ കിരീടം വന്നുപെട്ടിരിക്കുന്നത്. അത് ശ്രീ ശാന്തിവിള പത്മകുമാറാണ്. അപ്പം അദ്ദേഹം പലപ്പോഴും എന്നെ ഇതുപോലെ എല്ലാ വർഷവും ഒരു ചടങ്ങ് വയ്ക്കുമ്പോൾ എന്നെ അടുത്തുള്ള ആളെന്നുള്ള രീതിയിൽ സാറ് നാട്ടുകാരനാണോ ഒന്ന് വരണമെന്ന് പറയും. അപ്പം ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു യുക്തി കൊണ്ടാവാം എപ്പോഴും അതായത് മാത്രമല്ല ഇതൊക്കെ ന്യൂസിലൊക്കെ വരുമ്പോഴൊക്കെ പത്ര ആഫീസിൽ ഇരിക്കുന്നവർ ഒരു മഞ്ജു അതിനടുത്തുള്ളത് കൊണ്ട് ആയിരിക്കും ഇതൊക്കെ അടിച്ചു വരണത് എന്നുള്ളൊരു ഇതും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണോ. പക്ഷെ ശാന്തിവിള പത്മകുമാർ ഒരു നിഷ്ഠ പോലെ അത് എല്ലാ വർഷവും നടത്തുകയും ശ്രീ ദിനേശ് പണിക്കർ അദ്ദേഹമായിട്ടുള്ള എനിക്ക് ബന്ധമെന്ന് പറഞ്ഞാൽ കേരളമതി 100 എപ്പിസോഡിൽ ഇറക്കിയ മഹാഗുരു എന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഞാനാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ അഭിനയിച്ചത് ശ്രീ ദിനേശ് പണിക്കരുമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് ശ്രീ കിരീട ഉണ്ണി അവിടെ വരാറുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അങ്ങ് പോകും. പക്ഷേ ആ പാലത്തിന് അല്ലെങ്കിൽ ആ കിരീടം എന്നുള്ള സിനിമയുടെ ഒരു സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ആ നാടും ആ പാലവും ഒക്കെ അങ്ങ് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോക്കുക, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ആ സ്പോട്ടിൽ. എനിക്ക് തോന്നുന്നത് ഈ അത്രയും ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ് വെള്ളായണി. പൊതുവെ വളരെ ഐശ്വര്യമുള്ള സ്ഥലമെന്നൊക്കെ പറയും. ഞാൻ അവിടെ ജനിച്ചതുകൊണ്ടോ എൻ്റെ പേരിനും കൂടെ അതുള്ളത് കൊണ്ട് പറയുന്നതല്ല. വെള്ളായണി ദേവി, വെള്ളായണി കായൽ, അതുപോലെ തന്നെ വളരെ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ്. ശുദ്ധ മനസ്കരായ ആളുകളും ഉള്ളതുകൊണ്ടാവാം ഈ പത്മകുമാറിനെ പോലെയൊക്കെ ഉള്ള ഇത്തരത്തിൽ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ വർക്കായിട്ട്, പ്രത്യേകിച്ച് ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, പക്ഷേ അത് തൻ്റെ നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് എടുത്ത് അത് നടത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ശ്രീ കലാധരൻ അടക്കം ഇവിടെ ഇരിക്കുന്ന, അതുപോലെ വിഗതകുമാരൻ്റെ ശ്രീ കവടിയാർ ദാസ് അടക്കം എല്ലാവരും ഓരോരോ രീതിയിൽ കിരീടവുമായിട്ടും ഈ സിനിമയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഹാളിൽ ഞാൻ പത്രപ്രവർത്തകനാണ്, പ്രസ് ക്ലബ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ഫംഗ്ഷൻ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം മിക്കവാറും എൻ്റെ പുസ്തക പ്രകാശനങ്ങളിൽ കൂടുതൽ നടന്നിട്ടുള്ളത് പ്രസ് ക്ലബിലാണ്. എല്ലാം അപ്പുറത്തെ ഹാളിൽ വെച്ചാണെങ്കിലും ഈ ഹാളിലേക്ക് ഇന്നിപ്പോൾ വരുന്നത്. അപ്പം ഈ ഹാളിൽ നിറഞ്ഞാന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് സ്നേഹം കൊണ്ട് നിറഞ്ഞ, അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ, ഐശ്വര്യം കൊണ്ട് നിറഞ്ഞ, ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു ബസ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ആ കിരീടം പാലത്തിൽ MLA തന്നെ മുൻകൈ എടുത്ത് അവിടെ ഒരു ഹൈ മാസ്ക് ലൈറ്റ് വെച്ചു. അത് ലൈറ്റ് വയ്ക്കുന്നതിന് കുറേ അന്ധകാര ഇപ്പോഴത്തെ പുതുതലമുറയുടേതായ ചില പ്രശ്നങ്ങളും അതൊക്കെ അറിയാമല്ലോ, മരുന്നും അതിൻ്റെയൊക്കെ. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഒരു ബസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു കിരീടം പാലം എന്നുള്ള ഒരു ബസ് വരികയാണെങ്കിൽ കൂടുതൽ സിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. കിരീടം പാലം ബസ് എന്ന് പറഞ്ഞ് അങ്ങനെ വെളിയിലുള്ളവരുമൊക്കെ കൂടുതൽ വരട്ടെ. അതിനുവേണ്ടി ശ്രീ MLA തീർച്ചയായിട്ടും ശ്രമിക്കും. മന്ത്രിയും അതിന് തീർച്ചയായിട്ടും ഒത്താശ നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ശ്രീ പത്മകുമാറിനെ വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിരീടം പാലത്തിൻ്റെ നിർമ്മാതാക്കളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ശ്രീ ദിനേശ് പണിക്കരെ പൊന്നാട ചാർത്തി ആദരിക്കുന്നതിനായി ശ്രീ M. വിജയകുമാർ മുൻ സ്പീക്കറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അടുത്തതായി ശ്രീ കിരീടമുണ്ണിയെ പൊന്നാട ചാർത്തി ആദരിക്കുന്നതിനായി ശ്രീ എം വിൻസെന്റ് MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എം വിജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ എന്ത് പറയാമെന്നുള്ളതാണ്. കാരണം ഈ ടൈറ്റിൽ മുതൽ ക്ലൈമാക്സ് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എങ്കിലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതായിരിക്കും. ഒന്ന്, കിരീടത്തിലേക്ക് വന്നത് പറയാം. പിന്നെ കിരീടത്തിലേക്കല്ല, കിരീടം പാലത്തിലേക്ക് വന്നതിൻ്റെ കഥ പറയാം. അതിനുശേഷം മോഹൻ രാജിലേക്ക് വന്ന കഥ പറയാം. ഇതിനകത്ത് ചെറിയ തിരുത്തുകൾ വരും. കാരണം ഞാൻ പറഞ്ഞ അത്രയും ആധികാരികമായിട്ട് ഇവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സിബി സാറിൻ്റെ കൂടെ രണ്ടാമത്തെ വർക്കാണ് ചെയ്യുന്നത് കിരീടം. ഫസ്റ്റ് വർക്ക് ചെയ്തത് ഓഗസ്റ്റ് 1 അപ്പോൾ കിരീടത്തിൻ്റെ സമയത്ത് സിബി സാറിൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ലൊക്കേഷൻ നോക്കാൻ വരാൻ സാധിക്കാതെ വന്നപ്പോൾ കൂട്ടിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ലൊക്കേഷൻ നോക്കി വെക്കണം. ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ അന്ന് ആർട്ട് ഡയറക്ടർ CK സുരേഷുണ്ട്. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ലൊക്കേഷൻ, ഈ ആര്യനാട് പ്രദേശങ്ങളും ഈ കിരീടം പാലവും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓരോ സീൻ അനുസരിച്ച് അതിൻ്റെ ആ സീൻ ആപ്റ്റായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ഡയറക്ടറുടെ മെയിൻ ഉത്തരവാദിത്വം. അപ്പോൾ ഡയറക്ടറും ക്യാമറമാനും ആർട്ട് ഡയറക്ടറും പിന്നെ ചിലപ്പോൾ സഹസംവിധായകരും ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാതും വന്നേക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ എന്നോട് പറഞ്ഞിങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ ആര്യനാടും ഈ വെള്ളായണി ഈ പാലവും ഒക്കെ നമ്മൾ ചുറ്റി നടന്ന് കണ്ടുപിടിച്ച്, എന്നോടൊപ്പം CK സുരേഷും ഉണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലേ, വേറെ എൻ്റെ ഓർമ്മയിൽ അറിയില്ല. എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ CK സുരേഷൻ തന്നെയാണ് പോയി കണ്ടുപിടിച്ചത്. ഈ രാമപുരം സ്ഥലമായിട്ട് കാണിക്കുന്ന നമ്മുടെ ആക്കുളം വീട്, പിന്നെ ഫസ്റ്റ് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്ന ശാസ്ത്രമംഗലം ഇന്ന് ഹൈനസ് ബാറിലിരിക്കുന്ന വീട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ കൂടെ ഞാൻ ഒരു കാര്യം മറന്നു. ഞാൻ ആദ്യം ആലോചിച്ചതാണ്, ഇതിൻ്റെ ഈ പടത്തിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇതിൻ്റെ സൃഷ്ടികർത്താവ് ലോഹിദാസ്, അഭിനയിച്ച തിലകൻ ചേട്ടന്, കവിയൂർപ്പന ചേച്ചി, ഒടുവിൽ ശങ്കരാടി ചേട്ടൻ, ഇങ്ങനെ നിരവധി, ശ്രീനാഥ്, കൊച്ചിനീപ്പ, ഒരുപാട് പേരെ നമ്മൾ വിസ്മരിച്ചു പോയി. അവരുടെ ഓർമ്മകൾ മുമ്പ് ഞാൻ എൻ്റെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറയുകയാണ്. അപ്പോൾ ഞാൻ കിരീടത്തിലേക്ക് പറഞ്ഞ സംഭവം പറഞ്ഞു, എങ്ങനെയാണ് കിരീടം ഈ പാലത്തിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ കഥ പറഞ്ഞു. ഇതിനു മുമ്പും കിരീടപാലം അവിടെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതിന് മുമ്പ് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടാവും. എന്തായാലും കിരീടം പാലത്തോട് കൂടിയിട്ടാണ് ആ പാലത്തിന് പേര് വീണതും പ്രശസ്തി ആർജിച്ചതും. ഇനിയും എൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഹൻരാജാണ്. മോഹൻരാജ് എൻ്റെ അടുത്ത് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ KM സാറിൻ്റെ 3-ാം മുറ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കും. ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഞാനായിരുന്നു. അപ്പോൾ ആ പടത്തിൽ ഈ പ്രതാപേന്ദ്രനെയും കേന്ദ്ര മിനിസ്റ്ററാണ്, അദ്ദേഹവും ഫാമിലിയായിട്ട് വരുന്നൊരു വണ്ടി ഹൈജാക്ക് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ എറണാകുളം തൃപ്പൂണിത്തുറ പാലസിലാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യും. ഡംപ് ചെയ്തിട്ട് ഇതിന് കാവൽ നിൽക്കുന്ന ഒരു 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 ടെററിസ്റ്റായിട്ടാണ് മോഹൻരാജ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് ഏതാനും 2-3 സീൻ ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ബന്ധം മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് അന്നും ഈ മോഹൻരാജിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കാരണം നമ്മുടെ ഈ മോഹൻരാജെന്നല്ല, എൻ്റെ പടത്തിലോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത പടത്തിലോ അഭിനയിക്കുമെന്ന് ഏതൊരു വ്യക്തിയോടും, ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും മെയിൻ ആർട്ടിസ്റ്റ് ആയാലും, എനിക്ക് എന്തെങ്കിലും ഡയലോഗ്സ് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ കാണപ്പെടുന്ന ഒരു സങ്കടം തോന്നിയ കാര്യമുണ്ട്. അങ്ങനെയാണ് മോഹൻരാജ് ഞാനായിട്ടൊരു അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. ഇങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറെന്നൊക്കെ എനിക്കറിയാം. ആ ബന്ധത്തിലൂടെയാണ് ഞങ്ങളുടെ ബന്ധം വളർന്ന് സത്യം പറയാൻ ഉണ്ണി പറഞ്ഞ ചെറിയ തിരുത്തുണ്ട്. മോഹൻരാജ് എന്നെ കാണാൻ വേണ്ടി അമ്മു ഹോട്ടലിൽ വരികയാണ്. ഈ അന്നുങ്ങളാരും ഇല്ല. ഞാൻ അമ്മ ഹോട്ടലിലെ റൂം നമ്പർ 10 എൻ്റെ റൂമായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുണ്ട്. ഇന്ന് അവിചാരിതമായിട്ട് ഈ പ്രതീക്ഷക്തിയുടെ പ്രശ്നത്തിൽ ഇങ്ങനെ എല്ലാവരും വളരെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻരാജ് എന്നെ കാണാൻ വേണ്ടി റൂമിൽ വരുന്നത്. അപ്പോൾ മോഹൻരാജ് ഈ ആകാര ഭംഗി കൊണ്ടുള്ള ആളാണ്, അല്ല ഒരിക്കലും
അഭിനയശേഷി കൊണ്ട് ആർട്ടിസ്റ്റായ കഥാപാത്രം ഞാൻ പറയില്ല. കാരണം മോഹൻലാലിനെ എനിക്ക് നിങ്ങളെക്കാൾ കൊണ്ട് വ്യക്തമായിട്ട് എനിക്കറിയാം. അഭിനയിക്കുന്നില്ല എന്നുള്ള അല്ല, ഞാൻ കുറ്റം പറയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകാരമാണ് ഈ കിരീടത്തിൽ ഈ വേഷത്തിന് കിട്ടാനുള്ള കാരണം. ഞാൻ എന്നിട്ട് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു. വെണ്ണീച്ച് പുറത്ത് വലിയ വേഷം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു വേഷമില്ല, ഇങ്ങനെ പ്രസൻറ്റ് നിങ്ങളിങ്ങനെ പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ ഈ നമുക്കൊരാളിനെ കാണാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഹോട്ടൽ ഹൈലാൻഡ് ഹോട്ടലിലാണെന്ന് സിബി സാർ താമസിക്കുന്നത്. ഞാൻ നേരെ സിബി സാറിൻ്റെ റൂമിൽ അദ്ദേഹത്തെ കൊണ്ട് പോയി. അപ്പോൾ സിബി സാർ പറഞ്ഞു പിന്നെ എന്തായാലും ലോഹി എന്ന് കാണട്ടെ, ലോഹി എന്ന് പറഞ്ഞ ശേഷം നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ലോഹി താമസിക്കുന്നത് ഗീത് ഹോട്ടലിലാണ്. അങ്ങനെ മോഹൻരാജിനെ കൊണ്ട് ഞാൻ നേരെ ഗീത് ഹോട്ടലിൽ ചെല്ലുന്നു. മോഹൻരാജിനെ കണ്ട് ഒരു സെക്കൻഡ് പുള്ളി അടിമുടി നോക്കിയിട്ട് പറഞ്ഞു ഇത് തന്നെ കീരിക്കാടൻ. അത് അങ്ങനെയാണ് കീരിക്കാടൻ ജനിക്കുന്നത്. പക്ഷേ ഇത് എൻ്റെ കഴിവെന്ന് ഞാൻ പറയില്ല. കീരിക്കാരനെ അവിടെ എത്തിക്കാൻ, അയാളുടെ നല്ല സമയം കൊണ്ട് അവിടെ എത്തിക്കാൻ ഒരു നിമിത്തമായി മാത്രം ഞാൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇനിയും എനിക്ക് പറയാനുള്ള പോയിന്റ് വെച്ചാൽ മോഹൻരാജ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. മോഹൻരാജ് ഇപ്പം അദ്ദേഹം പറഞ്ഞു പിന്നെ മദ്രാസിൽ ചെന്നാൽ നേരെ വിളിച്ച് റൂമിൽ കൊണ്ടുപോകും, ഇതേ അനുഭവം എനിക്കുള്ളതാണ്. ഞാൻ മദ്രാസ് ഏത് ഹോട്ടലിൽ പോയി താമസിച്ചാലും പുള്ളി വന്ന് എൻ്റെ പുള്ളിയെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറയും, വിളിച്ചുകൊണ്ട് താമസിക്കുന്നത്. അങ്ങനെ ഒരു ആകാരം പോലെ തന്നെ വിശാല ഹൃദയത്തിന് ഉടമയായിരുന്നു മോഹൻരാജ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് പുള്ളി ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നാലും എന്നെ വിളിക്കും, ഞാൻ പോവും, ഞങ്ങൾ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നെങ്കിലും അവസാന കാലഘട്ടത്തിൽ ഒരു ആറ് മാസത്തോളം ഞങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല പോയി. ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പഴയ പോലുള്ള ഒരു ബന്ധം ഇല്ലാതെ പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം സംഭവിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു വലിയ നഷ്ടമായിരുന്നു. കാരണം മദ്രാസിലായാലും ഇവിടെ ആയാലും ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് എനിക്കുള്ളത്. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ റിപ്പീറ്റേഷനിലേക്ക് പോകുന്നില്ല. നമ്മൾ തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ അർത്ഥമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ വിസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. സമർപ്പണമാണ്. ശ്രീ ശരണ്യ ക്ഷണിക്കുന്നു. വേണുഗോപാൽ പൊതുപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. അശരണർക്കും അഗതികൾക്കുമായി അമ്മ ഹോം കെയർ എന്ന സ്ഥാപനം നടത്തി വരുന്നു. തിരുവനന്തപുരത്ത് പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന അമ്മ ഹോം കെയർ ഉടമയാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് തണലായി പ്രവർത്തിക്കുന്നു. പുരസ്കാരം നൽകുന്നതിലേക്കായി ശ്രീ എം വിജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ രഞ്ജിത്ത് രാജൻ, ന്യൂ രഞ്ജിത്ത് ആംബുലൻസ് സർവീസ്. നിരാലംബർക്കും സാധാരണക്കാർക്കുമായി കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് സർവീസ് നടത്തി വരുന്നു. സാമൂഹ്യ സേവന രംഗത്തെ ഉദാത്ത മാതൃകയാണ് രഞ്ജിത്ത്. വാഹന അപകടത്തിൽപ്പെട്ട നിരവധി പേരെ പ്രതിഫലേച്ഛയില്ലാതെ രഞ്ജിത്ത് സഹായിച്ചിട്ടുണ്ട്. ഡോക്ടർ സി അബ്ദുൽ സലാം, കലാ സാഹിത്യ സാംസ്കാരിക ബിസിനസ് സാമൂഹ്യ കാരുണ്യ പ്രവർത്തകൻ, കണ്ണൂരിലെ സംഗമം ഗ്രൂപ്പ് ഡയറക്ടറാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കണ്ണൂരിലെ നിറസാന്നിധ്യമാണ്. ഡോക്ടർ രാധാകൃഷ്ണ വാര്യർ കെ, ഏത് പ്രശ്നങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾക്കും ജ്യോതിഷത്തിലും നിർദ്ദേശിക്കുന്ന ജ്യോതിഷ പണ്ഡിതൻ. ഗുരുവായൂർ, കണ്ണൂർ, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ ജ്യോതിഷ ക്യാമ്പുകൾ. കടപ്പാട്ടൂർ സനാതനധർമ്മ സൊസൈറ്റിയുടെ സംസ്കൃത കോളേജ് ജ്യോതിഷ വിഭാഗം അധ്യാപകനാണ്. ജ്യോതിഷ മേഖലയിൽ 40ഓളം പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. മുഹമ്മദ് ഷമീർ EV, കണ്ണൂർ, കേരള റെസ്ലിംഗ് ചാമ്പ്യനാണ്. കായിക കേരളത്തിന്റെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന ഷമീറിന് പുരസ്കാരം കൊടുക്കുന്നതിനായി ദിനേശ് പണിക്കർ സാറിന് റഷീദ് പാറക്കൽ,
ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ. സമീർ മനോരാജ്യം കുട്ടൻ്റെ ഷിനിഗാമി എന്ന ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആദരവ്. കുട്ടൻ്റെ ഷിനിഗാമി എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ റഷീദ് പാറക്കലിന് ഉണ്ണി സാറ് 7 വയസ്സിൽ 9 ക്ലാസ് കൊണ്ട് 9 മണിക്കൂർ ഭരതനാട്യം വർണ്ണം പഠിച്ച് അരങ്ങേറ്റം നടത്തി. വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടി. ഇതിനോടകം മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ നാട്യവിസ്മയം പുരസ്കാരം ഉൾപ്പെടെ 175ഓളം പുരസ്കാരങ്ങൾ നേടി. നൃത്തം കൂടാതെ കരാട്ട, കളരി, എയ്റോ ബോക്സിംഗ്, സംഗീതം, വയലിൻ, ചെണ്ട, ഡ്രോയിങ് തുടങ്ങി നിരവധി കലകൾ അഭ്യസിച്ചു വരുന്നു. മീഡിയ സിറ്റി മാനേജിംഗ് ഡയറക്ടറും സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനും കൂടിയായ ഡോക്ടർ മനു C കണ്ണൂരിന്റെ മകളാണ് നാട്യവിസ്മയം ശിവഗംഗ. ഉത്രാടം മോഹൻ സിനിമാ നടൻ, എഞ്ചിനീയർ, പൊതുപ്രവർത്തകൻ, കാരുണ്യ പ്രവർത്തകൻ, ഇന്റർനാഷണൽ റെക്കോർഡ് ഉടമയാണ്. ഇതിനോടകം തന്നെ അനവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റ് വിജയിക്കുള്ള പുരസ്കാര സമർപ്പണമാണ്. മലയാളം ന്യൂസ് നെറ്റ്വർക്ക്സ് 2025 മെയ് 10 തിരുവനന്തപുരം ഭാരത് ഭവനിൽ സംഘടിപ്പിച്ച ട്രാവൻകൂർ നൃത്തോത്സവം സീസൺ 2 ജൂനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ ചെസ് നമ്പർ 8 ആയി മത്സരിച്ച കുമാരി ഭദ്ര ശങ്കറാണ്. കുമാരി ഭദ്ര ശങ്കറിനെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. 1ാം സമ്മാനം നേടിയ മിടുക്കിക്കുള്ള ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നതിനായി അമ്മ ഹോം കെയർ ഡയറക്ടർ ഡോക്ടർ ഷീജ വേണുഗോപാൽ മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക പ്ലീസ്. രണ്ടാം സമ്മാനം കുമാരി നന്ദന S. മൂന്നാം സമ്മാനം 2 പേർക്കാണ്. കുമാരി ഐശ്വര്യ AJ. കുമാരി ഐശ്വര്യ AJക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിനു പകരം അച്ഛൻ അജി കർമ്മയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അടുത്തത് പ്രാർത്ഥന R. ഹരീഷ്. കൃതജ്ഞത രേഖപ്പെടുത്താൻ മുജീബിനെ ക്ഷണിക്കും. 36ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം CK വത്സരകുമാർ സാറിനെ ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ സ്പീക്കർ M. വിജയകുമാർ സാറിനും
കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും പൊതുവായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.